ഞാനൊരു കഥ പറയാം. ലവ് സ്റ്റോറി അല്ല. ഒരാഴ്ച മുന്നേ യൂസി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് ഒരു വൈറസ് അണുബാധ ഉണ്ടായിട്ട് പുള്ളിക്കാരൻ ഹോസ്പിറ്റലാണ്. പുള്ളിക്കാരൻ്റെ തലച്ചോറിൽ ചെറിയൊരു തകരാറ് പറ്റിയിട്ട് ആളുടെ ഓർമ്മശക്തി മൊത്തം ഇല്ലാതായി പോകും. എന്ന് വെച്ചാൽ പുള്ളിയുടെ പേരറിയില്ല, പുള്ളിയുടെ ഭാര്യയുടെ പേരറിയില്ല. ഇതൊന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലേക്ക് ആവും. ഡോക്ടർമാർക്ക് കൈമലർത്തി എന്താ ചെയ്യാൻ അറിയില്ല. അങ്ങനെ യൂസിനെ ഡിസ്ചാർജ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന ശേഷം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ യൂസിനെ കാണാനില്ല. യൂസിനെ മേടിക്കാൻ പോയി. ഭാര്യ ആകെ ടെൻഷനായി. യൂസിന്റെ ഇത് മേടിക്കാൻ പോയി ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്, എന്ത് സംഭവിക്കും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡായി. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ മോർണിംഗ് ബെൽ അടിച്ച സൗണ്ട്. യൂസിൻ തിരിച്ച് വീട്ടില് ഭാര്യയ്ക്ക് പേടി. അപ്പോൾ യൂസിനോട് എവിടെയാ പോയെന്ന് ചോദിച്ചു. യൂസിന് ഓർമ്മയില്ല, യൂസിന് അറിയില്ല. യൂസിൻ പതിവ് പോലെ ഒന്നും തന്നെ മിണ്ടാതെ വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ കിടന്നു. ദെൻ പിറ്റത്തെ ദിവസം യൂസിന്റെ വീണ്ടും രാവിലെ കാണാൻ വരും. ഭാര്യ മകനും കൂടി വീണ്ടും ചുറ്റും അന്വേഷിക്കാൻ വേണ്ടി യൂസിനെ അവിടെ പോയി. യൂസിനെ വിടിയാൻ അവര് വീടിന്റെ ചുറ്റും 1 കിലോമീറ്ററോളം അകലത്തിൽ യൂസിനെ അന്വേഷിച്ചു. യൂസിനെ കണ്ടുകിട്ടിയില്ല. യൂസിൻ പതിവ് പോലെ 7 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഭാര്യ വീണ്ടും കൺഫ്യൂസ്ഡായി. ഇതിങ്ങനെ കിട്ടാൻ പറ്റില്ല, നമുക്കിത് അറിയണമല്ലോ. പിറ്റേ ദിവസം ഭാര്യ നേരത്തെ എനിക്കാൻ തയ്യാറായിരുന്നു. 5 മണിയോടുകൂടി യൂസിന്റെ ഭാര്യ ഉണർന്നിരുന്നു. യൂസിനെ എനിക്കൊന്നും കാത്തിരുന്നു. കൃത്യം 6 മണിയായപ്പോൾ യൂസിനെ എണീറ്റ് യൂസിൻ നേരെ പുറത്തേക്ക് നടന്നു. ഭാര്യ പിന്നാലെ നടന്നു. യൂസിൻ ഒരു 3 കിലോമീറ്ററോളം നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിൽ കൃത്യം 7 മണിക്കെത്തി. ഭാര്യ അങ്ങനെ ഇട്ടലോടെ കിളി പോയിരുന്നു. അപ്പം തന്നെ ഭാര്യ ഫോണെടുത്ത് യൂസിന്റെ ഡോക്ടറെ വിളിച്ചു. ഒരു ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് കൃത്യമായ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഡോക്ടറും അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ യൂസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഡോക്ടർ പരിശോധന നടത്തി. അന്ന് ഡോക്ടർ ആകെ അത്ഭുതപ്പെട്ടു. ഇത്രയും കാലം ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നതിനെ യൂറിസ് മറ്റൊരു സംഭവമാണ് ഉണ്ടായി. എന്ന് വെച്ചാൽ യൂസിൻ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഈ വാക്കിംഗ് എന്നുള്ളത്, മോർണിംഗ് വാക്കിംഗ്. യൂസിന്റെ തലച്ചോറിൽ എല്ലാം നശിച്ചു പോയിരുന്നെങ്കിലും ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ട് മാത്രം നശിച്ചിട്ടുണ്ടായിരുന്നില്ല. ബേസൽ ഗാംഗ്ലിയ ബേസിക്കലി നമ്മുടെ ശീലങ്ങളെ കണ്ടിന്യൂസ്ലി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. നിരന്തരമായി ചെയ്യുന്ന കാര്യം നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യും. യൂസിന് എല്ലാം പറഞ്ഞെങ്കിലും ഇത് മാത്രം നല്ല ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് യൂസിന് അത് നിരന്തരമായി ചെയ്തിട്ടുണ്ട്. കാരണം യൂസിന് 10 കൊല്ലമായിട്ട് നിരന്തരമായി മോർണിംഗ് വാക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇത് അന്നത്തെ ശാസ്ത്രലോകം മൊത്തം ഞെട്ടി. അത്ര കാലം ഉണ്ടായിരുന്ന ഹാബിറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ മൊത്തം മാറി മറന്നു. പിന്നെ ഹാബിറ്റും ഈ ബ്രാസൽ ബാസ്മ എന്നുള്ള ഓർമ്മകളും തമ്മിലുള്ള കണക്ഷനായിട്ടായിരുന്നു ബന്ധിപ്പിച്ച് പറയുന്നത്. ഹാബിറ്റാണ് നമ്മൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നടത്തുന്ന വെൻസ്ഡേ മീറ്റിംഗ് പോലെ നമുക്കിപ്പോൾ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പുതിയ ഹാബിറ്റൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഹാബിറ്റ് ആൻഡ് ഇന്നോവേഷനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പുതിയ ഹാബിറ്റ് എല്ലാവരും കൊണ്ടുവരാം. നിരന്തരമായി വർക്ക് ചെയ്യുക, നിരന്തരമായി പഠിക്കുക. ഹാബിറ്റാണ് നമ്മുടെ ലൈഫിനെ മാറ്റാൻ പോകുന്ന മറ്റൊരു കാര്യം. താങ്ക് യു.